നമസ്കാരം. രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പച്ചമാങ്ങ വെച്ചാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ വെറും പച്ചമാങ്ങ എടുത്ത് അങ്ങനെയല്ല, ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പച്ചമാങ്ങ ചമ്മന്തിയാണ്. അപ്പം നമുക്ക് നോക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ അരമുറി തേങ്ങയാണ് എടുക്കുന്നത്, പിന്നെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ എരിവിന് വേണ്ടി വറ്റൽമുളക് ഒരു 5 or 6 എണ്ണം എടുക്കാം, പിന്നെ അതുപോലെ തന്നെ 8 മുതൽ 10 വരെ ചെറിയുള്ളി എടുക്കാം, 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് തേങ്ങയൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പം ഞാൻ തേങ്ങ ചിരകിയതല്ല എടുത്തത്, അതുകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതാ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കപ്പിലേക്ക് മാറ്റാം. ഇനി നമ്മളിത് ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു ചീനിച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വരണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി ഉണ്ടല്ലോ, അപ്പോൾ ഇഞ്ചിയും കഷ്ണം മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിക്കുക. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് മൂപ്പിച്ച് ഇതിൻ്റെ കളറൊന്ന് മാറി വരണം. ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം. അതുപോലെ തന്നെ ഇതുപോലെ ആയി വരണം. ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക്, ചീൻചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ, അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. തേങ്ങയിലുള്ള വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. കളറൊന്ന് മാറി വരികയാണ്. ആ സമയത്ത് നമ്മൾ ഒരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളമുള്ള മാങ്ങയാണെങ്കിൽ ഒരു പേസ്റ്റ് പോലെയാണ് വരിക. ഇല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ചെറിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കളർ മാറിയിട്ടുണ്ടല്ലോ തേങ്ങ, അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മാങ്ങയിലുള്ള ആ വെള്ളവും എല്ലാം വറ്റി വരണം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മുളകുണ്ടല്ലോ, വറ്റൽമുളകും ഇഞ്ചി അതുപോലെ തന്നെ ചെറിയുള്ളി കറിവേപ്പില, അതെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇതുകൂടെ നമ്മൾ തേങ്ങയുടെ അതുപോലെ മാങ്ങയും കൂടെ വെച്ച അതുണ്ടല്ലോ ചൂടാക്കി വെച്ച അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇത് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ശരിക്കും അതിൻ്റെ വെള്ളം പോയി ഒന്ന് ഡ്രൈ ആയി വരണം എന്നുള്ളത്, അത്ര വരെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കളർ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യൽ ചമ്മന്തിയാണ്, കണ്ടല്ലോ, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.